മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ മിഅ്റാജിന്റെ അന്ന് സ്വർഗലോകം മുഴുവനും കണ്ടു. അവിടുന്ന് വിവരിക്കുകയാണ്, ആ സ്വർഗലോകത്ത് എന്നെ കൗതുകകരമായി ആകർഷിച്ച ഒരു 4 നദികളുണ്ട്. ഒന്ന് ശുദ്ധമായ വെള്ളം, മറ്റൊന്ന് പാല്, മറ്റൊന്ന് കള്ള്, മറ്റൊന്ന് തേൻ. ഈ ഗുണങ്ങളുള്ള ഈ പേരിൽ അറിയപ്പെടുന്ന 4 നദികൾ. ആ നദികളെ കണ്ടപ്പോ കൗതുകം തോന്നി. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് നബി തങ്ങൾ ചോദിച്ചു, ഇതെവിടെ നിന്നാണ് ഒഴുകുന്നത് ജിബ്രീലെ? എങ്ങോട്ടാണ് ഇത് പോകുന്നത്? ജിബ്രീൽ പറഞ്ഞു, നബിയെ, ഇത് പോകുന്നത് ഹൗലുൽ കൗസറിലേക്കാണ്. ഇത് എവിടെ നിന്നാണ് ഒഴുകുന്നതെന്നോ ഇതിന്റെ ഉത്ഭവം എന്തെന്നോ എനിക്കറിയില്ല. അതുകൊണ്ട് അങ്ങ് റബ്ബിനോട് ദുആ ചെയ്യുക, ഇതിന്റെ ഉത്ഭവ സ്ഥാനം കാണിച്ചു തരാൻ. നബി ദുആ ചെയ്തു. ഉടനെ ഉത്തരം അല്ലാഹു അറിയിച്ചു കൊടുത്തു. ഒരു മലക്കിന് നബിയുടെ മുമ്പിൽ അയച്ചു അല്ലാഹു. ആ മലക്ക് നബിയോട് പറഞ്ഞു, നബിയെ അങ്ങ് കണ്ണടയ്ക്കുക. നബി തങ്ങൾ കണ്ണടച്ചു. ഒരു ഇച്ചിരി നേരം കഴിഞ്ഞപ്പോ നബിയോട് പറഞ്ഞു, നബി അങ്ങ് കണ്ണു തുറക്കുക. മുത്ത റസൂലുള്ള കണ്ണു തുറന്നു. കണ്ണു തുറന്നു നോക്കുമ്പോ സ്വർഗത്തിലെ ഒരു വെള്ള കൊട്ടാരത്തിന്റെ വലിയ കുബ്ബയുടെ മുമ്പിലാണ് നബി തങ്ങൾ നിൽക്കുന്നത്. കുബ്ബത്തും ബൈളാ, ഒരു വെളുത്ത കുബ്ബയുടെ മുമ്പിലാണ് നബി തങ്ങൾ നിൽക്കുന്നത്. ആ വലിയ കുബ്ബ, ആ കുബ്ബയുടെ അടിഭാരത്ത് നോക്കുമ്പോൾ 4 നദികളും അതിന്റെ അടിയിൽ നിന്ന് ഒഴുകുകയാണ്. അതിന്റെ വാതില് പൂട്ടപ്പെട്ടതാണ്. ഉടനെ മലക്ക് നബിയോട് പറഞ്ഞു, നബിയെ, ഈ വാതിലിന്റെ ഉള്ളിൽ അങ്ങ് ഈ കുബ്ബയുടെ ഉള്ളിൽ കയറണ്ടയോ? നബി തങ്ങൾ കയറണം, പക്ഷേ വഅലൈഹ ഖുഫ്ലുൻ, ഈ വാതിൽ പൂട്ടിയിരിക്കുകയാണല്ലോ, ഞാൻ എങ്ങനെ കയറും? നബിയോട് മറുപടി പറഞ്ഞു ആ മലക്ക്, നബിയെ, അങ്ങ് ആ വാതിലിന്റെ മുമ്പിലേക്ക് ചെന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിക്കുക. അതാണ് അതിന്റെ താക്കോൽ. നബി തങ്ങൾ അതുപോലെ ചെയ്തു. അത്ഭുതം, ആ വാതിലിന്റെ പൂട്ട് തുറക്കപ്പെടുകയും ആ വാതിൽ തുറക്കപ്പെടുകയും ചെയ്തു. നബി അകത്തേക്ക് കയറി നോക്കുമ്പോൾ ആ കുബ്ബയുടെ 4 കോണുകളിൽ നിന്നാണ് ഈ 4 നദികളും ഒഴുകുന്നത്. നബി സൂക്ഷിച്ചു നോക്കുമ്പോൾ ആ കുബ്ബയ്ക്കകത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയിരിക്കുകയാണ്. അതിലെ ബിസ്മി എന്ന മീമിന്റെ കെട്ടിൽ നിന്നാണ് ശുദ്ധജലത്തിന്റെ നദി പൊട്ടി ഒഴുകുന്നത്. ബിസ്മില്ലാഹി എന്ന അല്ലാഹി എന്ന ആ ഹാഇന്റെ കെട്ടിന്റെ ഉള്ളിൽ നിന്നാണ് പാലിന്റെ നദി ഒഴുകുന്നത്. അർറഹ്മാനി എന്ന ആ മീമിന്റെ കെട്ടിന്റെ ഉള്ളിൽ നിന്നാണ് കള്ളിന്റെ നദി ഒഴുകുന്നത്. അർറഹീം എന്ന മീമിന്റെ കെട്ടിന്റെ ഉള്ളിൽ നിന്നാണ് തേനിന്റെ നദി ഒഴുകുന്നത്. ഇത് നബിത്തങ്ങൾ കണ്ടു. അത്ഭുതവും കൗതുകവും ജിജ്ഞാസയും ഒരുപോലെ നബിത്തങ്ങൾക്ക് വന്നു. ഉടനെ അള്ളാഹു നബിത്തങ്ങളോട് പറഞ്ഞു, നബിയെ, അങ്ങ് കണ്ടല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഈ പരിശുദ്ധ ആയത്തിൽ നിന്നാണ് ഈ 4 നദികളെയും ഞാൻ ഉത്ഭവിപ്പിച്ചൊഴുക്കുന്നത്. അതുകൊണ്ട് അങ്ങയുടെ സമുദായ മക്കൾ ഏറ്റവും അധികം ഇതാര് അധികരിപ്പിച്ചു ചൊല്ലുമോ ഈ പരിശുദ്ധ ആയത്തിനെ, അവർക്ക് ഈ 4 നദികളിൽ നിന്നും ഞാൻ കുടിപ്പിക്കുമെന്ന് നബിയോട് അള്ളാഹു പറഞ്ഞുവെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു